ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസം ജോലിയൊക്കെ ചെയ്ത് മടുത്ത് നമുക്ക് അരിയൊന്നും അരച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല പൂ പോലത്തെ പാലപ്പം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറക്കാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി 2-3 വട്ടം, ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകി അതിലേക്ക് ഒരു ചെറിയ കപ്പ് ചോറ്, വെള്ളച്ചോറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മിക്സിയുടെ ബൗളിൽ 1 കപ്പ് തേങ്ങ ഞാൻ ചെറുതായിട്ട് കൊത്തിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങ പൊടിച്ചതുകൂടെ നമുക്കതിലേക്ക് ചേർക്കാം. ആ ബൗളിൽ ഒരു കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിന് നെകക്കെ, ഈ അരിയും തേങ്ങയും ചോറും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിന് നെകക്കെ നിൽക്കുന്ന പോലെ വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കാവുള്ളൂ. ഇനി അതിലേക്ക് വളരെ കുറഞ്ഞ അളവ്, കണ്ടില്ലേ, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് മടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകിട്ട് ഇതൊന്നും അരച്ച് വെക്കാനൊന്നും സമയം കിട്ടുകയില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പമാണിത്. അപ്പം നമ്മളിത് രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ ഇത് അരച്ച് വെച്ചാൽ മതി. മിക്സിയുടെ വലിയൊരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് അരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഒരുമിച്ച് ഞാനങ്ങ് അരച്ചെടുക്കുവാണ്. മിക്സിയുടെ ബൗളിൽ നിന്ന് നമുക്കിത് വലിയൊരു ചെരുവത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച്, കണ്ടില്ലേ, ഇതാണ് പാലപ്പത്തിൻ്റെ പരുവം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം. ഞാൻ പെട്ടെന്ന് ഇതൊന്ന് പൊങ്ങി കിട്ടാനായിട്ടൊരു ഇച്ചിരി ചൂട് കിട്ടുന്ന ഒരു തുണി വെച്ചൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കറിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ മാവ് ഫെർമെൻ്റായിട്ട് കിട്ടും. അപ്പത്തിനൊട്ടും പുളിയൊന്നുമില്ല, ഈസ്റ്റിൻ്റെ കുത്തുന്ന ചുവയോ ഒന്നുമില്ല. അപ്പം മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ടുണ്ട്. നമുക്കിത് പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാലപ്പച്ചട്ടി പാകത്തിന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിക്കാം. ഞാൻ ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1.5 തവി മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരുവിധം വലിയ തവിയാണെങ്കിൽ 1 തവി മാവ് മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് ഒരു റൗണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല ലേസ് പോലത്തെ പാലപ്പം, നല്ല വെളുത്ത പാലപ്പം കിട്ടും. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് ചൂട് കൂടാതെ നോക്കണം. ഇതല്പം ചൂട് കൂടിപ്പോയി. സൈഡൊക്കെ കണ്ടില്ലേ എന്ന്. നമുക്ക് 2ാമത്തെ അപ്പം റെഡിയാക്കിയെടുക്കാം. ഇത് പാകത്തിനുള്ള പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ചുറ്റിച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇത് ആയി കിട്ടും. നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അപ്പവുമായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല പാലപ്പമാണ്, നല്ല മയവും. വൈകിട്ട് വരെ ഇരുന്നാലും ഈ അപ്പത്തിൻ്റെ മയമൊന്നും പോകത്തില്ല. നല്ല രുചിയും മയവും ഉള്ള നല്ല ലേസ് പോലത്തെ പാലപ്പം. ഉണ്ടാക്കാനാണേലും എളുപ്പമല്ലേ. നമ്മൾ തലേ ദിവസം അരച്ചൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റ് അരയ്ക്കുക. കറി റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ച മാവ് കൊണ്ട് നല്ല പഞ്ഞി പോലത്തെ പാലപ്പം തയ്യാറാക്കാം. ഇതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പവും തയ്യാറാക്കാം. ഇത്രയും തന്നെ ഒരു നീട്ടമില്ലാതെ എടുത്ത് വെച്ചാൽ മതി, ഇത്രയും വെള്ളം ചേർക്കാതെ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയും കൂടെ റെഡിയായിട്ട് നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.